ഫ്രണ്ടിൽ വന്നിട്ട് ചെയ്ത് കൊള്ളാം, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് എന്തൊക്കെ ഈ കൊച്ചു കാണിക്കണം, ആ മൂഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആയിട്ടുണ്ട്. കാര്യം നമ്മുടെ ഫ്രണ്ടിൽ വേറെ ലുക്ക് ഒരു വിധം, പുറകെ പോയിട്ട് വേറൊരു വിധം. ശരിക്കും റിവെഞ്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലേ ആ പീപ്പിളിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തില്ല, നമ്മളങ്ങ് വിട്ട് കളയും. എല്ലാവരും നമ്മൾ ഭയങ്കര ജെന്യുവൻ ആണെന്ന് വിചാരിക്കും, അല്ല, ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് പണി വരും. അത് കണ്ടറിഞ്ഞ് കുറച്ച് നാളൊക്കെ എടുത്ത് എല്ലാം പതുക്കെ മതി. സാധാരണ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കും മൂവി ഇൻഡസ്ട്രിയിൽ, എനിക്കത് പറ്റാറില്ല. എനിക്ക് കണക്ട് ചെയ്തിങ്ങനെ നിർത്തുന്ന ആ ഒരു സ്വഭാവം ഭയങ്കര കുറവാണ്. നമ്മൾ ലേഡീസിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും, നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റിങ്ക്റ്റ് അടിക്കും, ഇവനാള് വില്ലനാ, അത് അടിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അപ്പം സ്കൂട്ടാവും. നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നിൽക്കത്തില്ല, പിന്നെ കട്ടാണ്. കൊച്ചിയിൽ ഒറ്റയ്ക്ക് വന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ലൈക്ക് എല്ലാം A to Z കാര്യങ്ങളും പഠിച്ചു. ഇപ്പം എനിക്ക് എന്ത് കാര്യത്തിലോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ അറിയാത്ത ആളുകളെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അറിയുന്ന ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ചേർത്ത് പിടിക്കുന്നില്ല, അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഭയങ്കര ഫ്രണ്ടിൽ വന്നിട്ട് ചെയ്ത് കൊള്ളാം, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് എന്തൊക്കെ ഈ കൊച്ചു കാണിക്കണം, ആ മൂഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആയിട്ടുണ്ട്. കാര്യം നമ്മുടെ ഫ്രണ്ടിൽ വേറെ ലുക്ക് ഒരു വിധം, പുറകെ പോയിട്ട് വേറൊരു വിധം. അതൊക്കെ ഭയങ്കര, ഒന്നല്ലെങ്കിൽ പറയാതിരിക്കുക, അല്ലെങ്കിൽ മുഖത്ത് നോക്കി കാര്യം പറയും. ഇത് അതും പറയത്തില്ല, ഇതും പറയത്തില്ല, ഒട്ടും ബോൾസ് ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ മാത്രമല്ല, ഒരൊറ്റ ഇടി കൊടുക്കാതെ പിന്നെ നമ്മൾ വിട്ട് കളയും. പിന്നെ ഞാൻ പെട്ടെന്ന് ഫോർഗീവ് ചെയ്യുന്ന കൂട്ടത്തിലാണ്, ക്ഷമിച്ചു വിടുവല്ല? ഇല്ല, ഞാൻ കട്ട് ഓഫ് ചെയ്ത് കളയും. എനിക്ക് അങ്ങനെ വെച്ചോണ്ട്, എനിക്ക് നെഗറ്റിവിറ്റി എപ്പോഴും വരുന്നത് ഇഷ്ടമല്ല. സോ ഏത് ഭാഗത്തു നിന്നാണ് എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്, ഐ ജസ്റ്റ് കട്ട്. ശരിക്കും റിവെഞ്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലേ ആ പീപ്പിളിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തില്ല, നമ്മളങ്ങ് വിട്ട് കളയും. നമ്മുടെ തലയിൽ പിന്നെ കേട്ടേണ്ട കാര്യമില്ലല്ലോ. ക്രിസ്ത്യൻ എങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഇത് തന്നെ ചെയ്യുന്നത് ഒരു ഫണ്ണായതുകൊണ്ട് മാത്രമാണ്. മൂവി ഈസ് നോട്ട് മൈ കപ്പ്. ചിപ്പി ഇപ്പോ ഒരു മൂവി ടൈറ്റിലാന്ന് വിചാരിക്കാം, എന്തായിരിക്കും ആ ഒരു ടൈറ്റിൽ? ഹൈപ്പർ ആക്റ്റീവ് കറക്റ്റ് എന്താ, വെഗിലിന്നില്ല. എന്താല്ലേ, ഇതാണ് കട്ട സപ്പോർട്ടിങ് ആയിട്ടുള്ള പാർട്ണർ. അതെ, എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ഒരു ഇൻട്രോവേർട്ട് ആയ ഒരാളുടെ കൂടെ ഒരു എക്സ്ട്രോവേർട്ട് നല്ലതല്ലേ? ചിപ്പി എക്സ്ട്രോവേർട്ട് ആണോ എങ്ങനെയാ? അത് ഞാൻ ഒരു ആംബിവേർട്ട് ആണ്. ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ കുറച്ച് സമയം എടുത്ത്. നമ്മളിപ്പോ സമയം എടുത്തോ? പക്ഷെ നമ്മൾ തമ്മിൽ എന്തോ പെട്ടെന്ന് സംസാരിച്ചില്ലേ? കോൾ ചെയ്തപ്പോ തന്നെ ഞാൻ സംസാരിച്ചില്ലേ? ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതെ, ഈ ഇന്റർവ്യൂലാണ് നിങ്ങൾ യെസ് വി ആർ ഡേറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അതെ, ഞങ്ങൾ വേറെ ആരോടും പറഞ്ഞില്ല. എങ്ങനെയായിരുന്നു ഇത്? ഫ്രണ്ട്സിന്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തും ഒക്കെ ആദ്യം പറഞ്ഞപ്പോ അവരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഞങ്ങൾ ഭയങ്കര സമയം എടുത്താ പറഞ്ഞത്. ഞാൻ ഇവളുടെ അമ്മയുടെ അടുത്താ പോയി പറയുന്നത്. പറഞ്ഞു എനിക്ക് അമ്മയായിട്ട് സംസാരിക്കണം. അപ്പൊ ഞാൻ ഓക്കെ. അതൊരു ഭയങ്കര പോസിറ്റീവ് സാധനമല്ലേ നമുക്ക്. ഞാൻ പോയിട്ട് എഫേർട്ട് ഇടേണ്ട കാര്യം വന്നില്ല, അവൻ തന്നെ എഫേർട്ട് ഇട്ടിട്ട് ആ കാര്യം. ഇപ്പൊ ഫുള്ള് മറ്റേ സിറ്റുവേഷൻഷിപ്സിന്റെ ഒക്കെ ഒരു സമയത്താണ് ഒരാൾ വന്നിട്ട് അമ്മേന്റെ അടുത്ത് സംസാരിക്കണം, അമ്മേന്റെ അടുത്ത് സംസാരിക്കണം, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറഞ്ഞു. അമ്മ വന്നു, അമ്മ സംസാരിച്ചു. അമ്മ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. കാര്യം ഒരാൾ വന്നിട്ട് മോളുടെ ഇഷ്ടമാണ് എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നതിൽ തന്നെ ഉണ്ട് ഒരു ഇത്. ഗുഡ് എനഫ്. എന്റെ മോൾക്ക് വേണ്ടിയിട്ട് നല്ലതാണെന്നൊരു തോന്നൽ അമ്മയ്ക്കും തോന്നി കാണുമായിരിക്കും. ഷി വാസ് വെരി ഹാപ്പി. എന്താ സൂചിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നിങ്ങൾക്ക് ഉള്ളിൽ അറിയാം
നിങ്ങൾ പറയാതെ മാറ്റിവെച്ച, അതായത് ക്രിസ് ഈ കാര്യത്തിൽ നല്ലതാണ്, ക്രിസ് ആ ഒരു സമയത്ത് എന്റെ കൂടെ നിന്നു, അങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ട്, അതായത് പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടാവും, അതിപ്പോ ഒന്ന് പറഞ്ഞേക്കും. എടാ ഞാൻ സത്യം പറയട്ടെ, ഞാൻ അപ്രിസിയേഷന്റെ കാര്യത്തിൽ കൊയ്യില. നേരത്തെ പറഞ്ഞു. പക്ഷേ ചില സമയത്ത് ക്രിസ് വിചാരിക്കണ്ട, ഞാനത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്, പക്ഷെ ചിപ്പിക്ക് അത് വലിയൊരു കാര്യമാണ് ചിപ്പിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ എന്തെങ്കിലും ആലോചിച്ച് പറയണം. എനിക്കറിയാം, എൻ്റെ മൂഡ് സ്വിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. അത് അവനറിയാം, അത് എവിടെ നിൽക്കണം, എവിടെ നിർത്തണം. ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ചെയ്യുന്ന ആളാണ്. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ക്രിസേ അവ ഓക്കെ ഫൈൻ. ഇപ്പൊ ഇന്ന് ഇവിടെ വരുമ്പോഴും ക്രിസ് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണോടാ, അവ ചില്ലല്ലേ നമ്മൾ സമയം? എടാ ചില്ല, എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചില്ലാവും. പക്ഷെ അതിന് മുന്നൊരു ഫേസ് ഉണ്ട്, എടാ എന്തായിരിക്കടാ ചോദിക്കുക ആ ഒരു സാധനം. ആങ്സൈറ്റി ഇഷ്യൂ ഇച്ചിരി കൂടുതലാണ്, പക്ഷെ ഹി നോസ് ഹൗ ടു മേക്ക് എവറിത്തിങ് ഇൻ കൺട്രോൾ. എന്നെ ആ ഒരു സെറ്റിൽ ചെയ്ത് വെക്കാനാണ് നന്നായിട്ട് അറിയാം. തിരിച്ചോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. ഇൻസിഡന്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അപ്രിസിയേഷൻ കിട്ടി വളർന്നതല്ല. പക്ഷെ എനിക്ക് ഇവിടെ എപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ്. പക്ഷെ സെയിം സമയത്ത് നമുക്ക് നാണം വരും. ആൻഡ് ഇറ്റ്സ് വെരി വിസിബിൾ ഇൻ മൈ ഫേസ്. അത് അവർക്ക് അറിയാം. പക്ഷെ അതിങ്ങനെ ബഗ് ചെയ്ത് വരുമ്പോൾ ഷീ തിങ്സ് ഐ ഗെറ്റ് ഇറിറ്റേറ്റഡ്. പക്ഷെ എനിക്കത് ഉള്ളിൽ ഇഷ്ടമാണ്. ഈ ഒരു എപ്പിസോഡ് മുഴുവൻ നിങ്ങൾ പൊക്കിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അതെ പൊങ്ങട്ടെ. കുറച്ച് കോഫി വാങ്ങിത്തരണം. ഇപ്പൊ ആരുടെ കൂടെ നമുക്കൊരു ഡ്രീം ഉണ്ടാവില്ലേ, ഈ ഒരു ആക്ടറിന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടോ? അയ്യോ, ഞാൻ ഇന്നലെ പറയുമായിരുന്നു എനിക്ക് ടോവിനോന്റെ കൂടെ അഭിനയിച്ചാൽ കൊള്ളായിരുന്നു. ടോവിനോ ഇത് കേൾക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും അപ്രോച്ച് ചെയ്തിരുന്നോ? ലൈക്ക് ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, നമുക്ക് മെസ്സേജ് അയക്കാം. അവർ കാണുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ ആ രീതിയിലല്ലേ ഫ്രണ്ട്സ് വഴിയോ അറിയുന്ന ഡയറക്ടേഴ്സ് വഴിയോ എങ്ങനെയെങ്കിലും അപ്രോച്ച് ചെയ്തിരുന്നു? ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്യാറില്ല, അതും ഒരു മിസ്റ്റേക്ക് ആണ്. സാധാരണ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കും മൂവി ഇൻഡസ്ട്രിയിൽ, എനിക്കത് പറ്റാറില്ല. എനിക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ നിർത്തുന്ന ആ ഒരു സ്വഭാവം ഭയങ്കര കുറവാണ്, അറിയില്ല, അതുകൊണ്ടാണ്. ഫ്രണ്ട്സ് കുറവാണോ ശരിക്കും? യെസ്. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ പ്രശ്നമുണ്ട്. എങ്ങനെ അത് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വെച്ച് പോണോന്നുള്ള ഒരു ഇത്, അതിനുള്ളൊരു ബുദ്ധി ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, അതിലിപ്പോ ഞാൻ ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു മൂവി ക്യാരക്ടർ ഉണ്ടോ? അതേതായിരുന്നോ? മരണമാസല നല്ലായിരുന്നു. ഏത്? ബേസിൽ ജോസഫിന്റെ ഹീറോയിനായിട്ട് വരുന്നത്. എന്നെ ട്രോളരുത് ദൈവമേ. ഇല്ല, നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ചിപ്പി ചെയ്താൽ ഇതുപോലെ ബെറ്റർ ആയി ഉണ്ടാവും എന്ന് തോന്നിയൊരു റോൾ ഉണ്ടോ? പൈങ്കിളി ജിസ്മ ചെയ്ത ക്യാരക്ടർ അല്ല, അനശ്വര ചെയ്ത ക്യാരക്ടർ. കുറച്ച് വട്ടുണ്ടോ ശരിക്കും? എന്ത് തോന്നുന്നു? മറ്റേ കുട്ടി മാമ ഞാൻ നെട്ടി മാമ, മറ്റേ രേവതി കിലുക്കം സിനിമയിൽ പറഞ്ഞ ഞാൻ ഇത്രയും ചെയ്തു ചെറുതായിട്ട്. ചിപ്പി ആ ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഓഡിഷൻ ചെയ്യാൻ പോവാണ്. അയ്യോ വേണ്ട, അതിവിടെ നടക്കൂല. അങ്ങനെ സഡൻ ആയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മളിപ്പോ പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന സമയത്ത് മാത്രം ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് പ്രിപ്പറേഷൻ വേണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് പരിപാടി, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് വരുമ്പോഴും ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വരണമെന്നുള്ളൊരു ഇത്, ആ ഒരു മൈൻഡ് സെറ്റിലാണ് എപ്പോഴും. പെട്ടെന്ന് എടുത്തെടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആ സാധനം വരും. ഷെഫിന്റെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടോ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ? അയ്യോ, ഇതൊരു കുക്കിംഗ് ഇതായിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇല്ല, ഇറ്റ്സ് ലൈക്ക് ഓരോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ്, ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടല്ല, ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടം പോലെ കുക്ക് ചെയ്യുക, അത് നല്ലതായിട്ടേ വരത്തുള്ളൂ. ആ വിശ്വാസം മാത്രം കഴിയും. സ്നേഹത്തോടെ കുക്ക് ചെയ്യുക, സ്നേഹത്തോടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ റെഡി ആവുക. ഞങ്ങളെ ചെയ്യാറുണ്ട്. റെസിപ്പി അറിയുന്ന അപ്പം ഇറ്റ്സ് ലൈക്ക് എന്തുമായിട്ട് മിക്സ് ചെയ്താലും ആ ഒരു പ്രൊഫൈല് വരും. ഇപ്പം മാങ്ങ മീൻ കറി ഈസ് നൈസ്, ബീഫും പഴംപൊരിയും നല്ലതാ. അതുപോലെ ഓരോ കോമ്പിനേഷൻ ഉണ്ട്. ഇതുവരെ നമ്മളാരും ട്രൈ ചെയ്ത് കാണുന്നില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു
അങ്ങനെ ഒരു ഡിഷ് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇവള് സമ്മതിക്കുന്നില്ല. ഞാൻ പാഷൻ ഫ്രൂട്ടും ചാളയില്ലേ ഏടാ അതെനിക്ക് ഞാൻ കഴിച്ചോക്കണ ഇത് അവസാനം. പാഷൻ ഫ്രൂട്ടും പാഷൻ ഫ്രൂട്ടും ഹണിയും ചില്ലിയും ചാളയും. അപ്പൊ എനിക്ക് ചാളയും ഹണിയും എങ്ങനെ കോമ്പിനേഷൻ എനിക്ക് അറിയത്തില്ല. വിയേർഡ് കോമ്പിനേഷൻ. അത് ശരിക്കും ഉള്ളതാണ്. അവര് മാംഗോ ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിന് പകരം വി ആർ യൂസിങ് പാഷൻ ഫ്രൂട്ട്, ഒരു സിട്രസ് നാരങ്ങ പോലെ ഒരു ഇതാണ് അത്. അതെനിക്ക് അങ്ങോട്ട് മനസ്സിലേ നമ്മുടെ ആ ഒരു പുളിയും നല്ല എരിവും ആ സാധനം മാത്രം എൻ്റെ തലയിലുള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഹണിയും ചാളയും എങ്ങനെ വർക്കാവുമെന്ന് എനിക്കറിയാത്ത. സാരല്ല, നമ്മുടെ അലുവയും മത്തിക്കറി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അതെനിക്കറിയത്തില്ല, അത്രയും ഞാൻ പോകുന്നില്ല. എന്താണ് ഇപ്പൊ സിനിമയാണോ ഇനിയിപ്പോ കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്? മോഡലിംഗ് ആണോ? എല്ലാം എനിക്ക് നോക്കണമെന്നുണ്ട്. ഞാനൊന്നും വിട്ട് കളയത്തില്ല. ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിക്കും. അപ്പോൾ അതായത് ചാൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട് പറയുന്ന ആളുകളുടെ അടുത്താലും. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ടൊവിനോന്റെ കാര്യമാണ് പറഞ്ഞത്. നോർമലി ഇങ്ങനെ ഇതൊക്കെ മാനിഫെസ്റ്റേഷനാ. ടൊവിനോ പറയുമ്പോ നമ്മുടെ നരിവേട്ട സിനിമയിലെ സോങ് കണ്ടപ്പോ ടൊവിനോന്റെ കൂടെ ഒരു സിനിമ കിട്ടിയിരുന്നെങ്കിൽ, അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരോടും വിളിച്ച് ചോദിക്കത്തില്ല. നിങ്ങളെ അപ്പൊ എങ്ങനെയാണ് ആളുകൾ വർക്കിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഡയറക്ട്ലി സോഷ്യൽ മീഡിയയിൽ വഴി കോണ്ടാക്ട് വരുന്നുണ്ട്. എങ്ങനെയാ സൂര്യനെ വിളിച്ച് അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് നമ്പറൊക്കെ തപ്പി പിടിച്ചു. അയ്യോടാ, ഞാൻ അതിന് ലൈക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വർക്ക്സ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ എടുത്തു. ഓക്കെ, യെസ്. നമ്മുടെ ചാനൽ കാണാറുണ്ടോ? കുറവാണ്. ഞാൻ യൂട്യൂബിൽ കുറച്ച് കുറവാണ്. ഇൻസ്റ്റഗ്രാമായിരിക്കും കൂടുതൽ ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് അതിൽ വരുന്ന ബൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നതേ ഉള്ളൂ. ഞാൻ ചാനൽസ് ഇരുന്ന് കാണാറില്ല, കുറവാണ്. ഇപ്പം ഇത്രയും വർഷമായിട്ട് ചിപ്പിക്ക് വന്ന ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ഒരുപാട് ചേഞ്ച് വന്നു. നമ്മൾ ലോ ഹൈ ആ രീതിയിൽ വന്നു. ആസ് എ പേഴ്സൺ എന്തൊക്കെയാണ് ചേഞ്ച് വന്നത്? മനസ്സിലായില്ല. അതായത് ഇത്രയും വർഷത്തെ ഒരു ജേർണി ഉണ്ടല്ലോ, അപ്പോൾ ഒരു പേഴ്സൺ എന്ന രീതിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വർഷങ്ങൾക്കിടയിൽ വന്നത്? ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് സിറ്റുവേഷൻസ് എല്ലാം പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചു. ഞാൻ ഫസ്റ്റ് ചൈൽഡ് ആയതുകൊണ്ട് നമ്മളെ അപ്പനമ്മമാരെ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം. ആ സമയത്തൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ക്വിക്കായിട്ട് ചെയ്യും. ലൈഫ് പഠിച്ചു ശരിക്കും, സ്ട്രഗിൾസിലൂടെ തന്നെ. കൊച്ചിയാണ് പഠിപ്പിച്ചത് കൂടുതലായിട്ട്? കൊച്ചിയാണ് പഠിപ്പിച്ചത്. ഒരു റീലിലൊക്കെ നമ്മൾ കാണാറുണ്ട്, കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. നമ്മുടെ ABCDയിൽ അവർ വന്നിട്ട് പറയത്തില്ല, ഒരു കണക്ക് പറയത്തില്ല, ഒരു ദിവസം ഇത്രയും പൈസ, അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ UAE ഇവിടേക്ക് വന്നു കഴിയുമ്പോഴുള്ള പരിപാടി അറിയാലോ, നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്ന് കൊച്ചിയിൽ ഒറ്റയ്ക്ക് വന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ലൈക്ക് എല്ലാം A to Z കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം എനിക്ക് എന്ത് കാര്യത്തിലോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്ന ഒരാളാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. ഇപ്പം നമുക്ക് ഈ ഒരുപാട് ആളുകൾ നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതുപോലത്തെ എന്തെങ്കിലും ഒരു ബാഡ് ഇൻസിഡന്റോ അല്ലെങ്കിൽ ആളുകൾ മോശമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ മോശമായിട്ടാ? അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞു കൊച്ചിയിൽ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് ആവാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ. ആ ഒരു സമയത്ത് ചില ആളുകൾ നമുക്ക് ചാൻസസ് തരാം, നമ്മളെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ബാഡ് ഇൻസിഡന്റ്, ഒരാൾ നമ്മളോട് മോശമായി സംസാരിച്ചു, നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അപ്രോച്ച് ചെയ്തു. നമ്മള് ലേഡീസിന്റെ ഒരു പ്രത്യേകതയായിരിക്കും, നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റിങ്ക്റ്റ് അടിക്കും, ഇവനാള് വില്ലനാ. അത് അടിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് അപ്പം സ്കൂട്ടാവും. നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നിൽക്കത്തില്ല, പിന്നെ കട്ടാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻകറേജ് ചെയ്യത്തില്ല, പിന്നെ ആ ഒരു കോൺവെർസേഷൻ പോലും. സോ എനിക്ക് ഒന്നും അങ്ങനെ ബാഡായിട്ട് വന്നിട്ടില്ല. വന്നിട്ടുള്ളതൊക്കെ ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് അവിടെ തന്നെ ക്ലോസ് ചെയ്ത് കളയും. എങ്ങനെയാണ് നിങ്ങളുടെ റെമ്യൂണറേഷൻ? എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും.
അശ്ശോ, അത് പറയാൻ പാടില്ലല്ലോ. അത് പറയാൻ പാടില്ലല്ലോ. ചിപ്പി ദേവസ്ഥ റെമ്യൂണറേഷൻ വെളിപ്പെടുത്തുന്നു. അയ്യോ ചക്കരെ, അത് പറയാൻ പറ്റത്തില്ല. ഈ ഇന്റർവ്യൂസിലൊക്കെ വിളിക്കാറുണ്ടോ? ഐ മീൻ ഇനോഗ്രേഷൻസിനൊക്കെ വിളിക്കാറുണ്ടോ ആളുകൾ? ഉണ്ട്, വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല അങ്ങനെ. കുറച്ച് പേരുണ്ടല്ലോ ഇപ്പൊ ചെയ്യുന്ന, അവര് ചെയ്തിട്ട് അതുകൊണ്ട് ഞാനിപ്പോ ആ ഇനോഗ്രേഷൻ പരിപാടിയിലേക്ക് ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. പോയി കഴിഞ്ഞാൽ അവരൊക്കെ പോയി, പിന്നെ ഞാൻ മാത്രം സ്റ്റാർ എന്നൊരു ചിന്ത കൊണ്ടാണ്. ഈശ്വര, അതൊന്നല്ല. ഞാൻ പോയിട്ട് ഇനി അവരുടെ പണി വെറുതെ കളയണം. ഓരോ ആൾക്കാർക്ക് ഓരോ പണി പറഞ്ഞിട്ടില്ലേ. ഞാൻ അവരുടെ കഞ്ഞിയിൽ പാറ്റിടുന്നില്ല. ഇല്ല, എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്, ഞാൻ പോവാറില്ല. നല്ലതാണോ നോക്കിയിട്ട് ഞാൻ എന്തിനും പുറപ്പെടത്തുള്ളൂ. പിന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും ഇവിടെ, ഇതാണ് സംഭവം, എന്ത് ചെയ്യണം. അപ്പം നമ്മൾ കുറച്ചിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്നിട്ടേ നമ്മളൊരു അടുത്ത സ്റ്റെപ്പ് വയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇനോഗ്രേഷൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ പോവാറില്ല, അല്ലെങ്കിൽ അതൊരു പണിയായി പോകും. ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ഉറങ്ങി എണീറ്റു, അപ്പോൾ ക്രിസ് ചിപ്പിയായി മാറി, ചിപ്പി ക്രിസ് ആയിട്ട് മാറി, ബോഡി സ്വാപ്പ് ചെയ്തു. എന്തായിരിക്കും ഫസ്റ്റ് തിങ് ചെയ്യാ? ഫസ്റ്റ് ടൈം എന്തായാലും ചിപ്പിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനൊന്നുമില്ല. പ്രത്യേകമായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട്. എനിക്ക് അങ്ങനെയല്ല. ഞാൻ വെരി ഹാപ്പി ബീയിങ് ലൈക്ക് ദിസ്. ഇപ്പൊ അങ്ങോട്ട് മാറിയാൽ ഇറ്റ്സ് നോട്ട് ഗോണ ബി ലൈക്ക്, എനിക്കറിയത്തില്ല എന്ത് ഫസ്റ്റ് ചെയ്യാ, ഒന്ന് ആലോചിച്ചേ. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വെരി ഓണസ്റ്റ്ലി ഒന്നുമില്ല. ഞാൻ ഒന്നും ചെയ്യത്തില്ലേ. എടാ, ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നാ ചെയ്യണം? പല്ലി അയ്യോ. ചിപ്പി ഇപ്പൊ ക്രിസ്തായി മാറിട്ട് എന്താ ചെയ്യാ ഫസ്റ്റ് തിങ്? ക്രിസ്സായി കഴിഞ്ഞാൽ നേരെ പോവും, അപ്പിടും. അൺഫിൽറ്റേർഡ് ആണ് നമുക്ക് വേണ്ടത്. അതെ, അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലല്ലോ. എന്നിട്ട് ഞാന് പട്ടിക്കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കും. അവനൊരു ബിരിയാണി പോലത്തെ സെറ്റപ്പാണ് പപ്പീസിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് തേരാപ്പാര വീടിന്റെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒരു അപ്പച്ചനാ. എവിടെ പ്ലേസ് എവിടെയാണ്? ശരിക്കും നാട് പത്തനംതിട്ടയാണ്. പക്ഷെ സെക്കൻഡ് ഗ്രേഡ് തൊട്ട് നാളത്താണ്. ഞാൻ ഈ അച്ചാനൊക്കെ പറഞ്ഞപ്പോ മറ്റേ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിലെ ആ ഒരു റോളൊക്കെ വിചാരിച്ചു. എവിടെ? സൂര്യ എവിടെ? എന്റെ വീട് കണ്ണൂരാണ്. കണ്ണൂര്. എങ്ങനെയാണ് അപ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങളുടെ? ഈ ഒരു കണ്ടന്റ് ക്രിയേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാനോ, അതോ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? OTT റിലീസുകൾ? ഷോർട്ട് ഫിലിംസ് ഞാൻ വർഷങ്ങളായിട്ട് നിർത്തിയതാ, അത് ചെയ്യുന്നില്ല. പിന്നെ കണ്ടന്റ് ഞങ്ങള് ചുമ്മാ നടക്കുമ്പോ ചെയ്താലോ, ചെയ്യാം, ആ ഒരു മോഡാ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് ചെയ്യാനും ഇഷ്ടം. അത് എഡിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുത്ത്. നിങ്ങൾ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? ടോൺസ് എടുത്ത് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആര് സജസ്റ്റ് ചെയ്യുന്ന അവർക്ക് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, അപ്പൊ അവർ എഡിറ്റ് ചെയ്യും. അങ്ങനെയാണ്. നമുക്കൊരു വേറൊരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പൊ ആ കുട്ടിയാണ് കൂടുതലും ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നത്. വീഡിയോ എടുത്തു തരുന്നത് അവനാണ്. ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. കണ്ടന്റ് ക്രിയേഷൻ, മൂവി, അഡ്വർടൈസ്മെന്റ്സ്. നിനക്ക് എന്നാണ് എനിക്കൊരു കഫേ തുടങ്ങണം പതുക്കെ. നോട്ട് റൈറ്റ് നൗ, കുറച്ച് സമയം എടുത്തിട്ട് തുടങ്ങാനുള്ള പ്ലാനുകൾ. മറ്റേ ആഗ്രഹം ഉണ്ടോ മണാലിയിലൊക്കെ പോയി കഫേ? ഇല്ല, എനിക്ക് കൊച്ചി തുടങ്ങിയാൽ വെരി ഹാപ്പി ഹിയർ. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? സമയമാവട്ടെ, സമയം പറയട്ടെ. ഒന്ന് ഡേറ്റ് ഒക്കെ ചെയ്ത് ഡേറ്റ് ഒക്കെ ചെയ്ത് ഒന്നുകൂടി ഒക്കെ ഒന്ന് പഠിക്കട്ടെ. എന്താണ് ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ്? ഈ കലിപ്പന്റെ കാന്താരി സെറ്റപ്പാണോ? ഓക്കെ, കാന്താരി അല്ല, കലിപ്പൻ സെറ്റപ്പാണ്. പക്ഷെ ഞാന് ഫണ്ണി ടൈപ്പാ. അപ്പം കലിപ്പനായി കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് ചൊറിയാൻ തുടങ്ങും. ഇപ്പൊ കുറെ റീൽസിലൊക്കെ കാണുന്നില്ലേ, ഇപ്പൊ വെക്കേഷൻ ടൈമാണ്, കുറെ കമന്റ്സ്, ഫണ്ണി കമന്റ്സ് ഉണ്ട്. വെക്കേഷൻ ടൈമാണ്, പക്ഷെ പിള്ളേര് പോയി കല്യാണം കഴിക്കുന്നു. ആ സമയത്ത് വിചാരിക്കണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്നു? അതിൽ കണ്ടിട്ടില്ലേ 1995 1996 കയ്യിലൊരു പട്ടിക്കുട്ടി? ആ സെറ്റപ്പാണ് ഞങ്ങള് കല്യാണം ഒന്നുമല്ല, ഞങ്ങളിങ്ങനെ നല്ല പ്രായമുണ്ട്, കാണുമ്പോ തോന്നത്തില്ലതേ ഉള്ളൂ. ജന്മനാ ഫിറ്റ് ബോഡി ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് എത്ര വയസ്സ് തോന്നുന്നുണ്ട്?
പോരട്ടെ. ഇപ്പൊ ഇങ്ങനെ ഇത്ര പറഞ്ഞോണ്ട് 30, ഇല്ല അത്രയില്ല, ആവുന്നുണ്ട് ഈ വർഷം. ഈ വർഷം 29. 30 ആവും. ഐ ഫീൽ സോ ഗുഡ്. അത്ര പറഞ്ഞോണ്ട് സാധാരണ എങ്ങനെയാന്നറിയോ, ഇല്ലില്ല, എനിക്ക് തോന്നി. നൈസായിട്ട് അവിടെ സപ്പോർട്ട്. സാറില്ല, ഏറ്റവും നല്ലൊരു ഏജ് 30s എന്നാണല്ലേ പറയാ. സമയമായിട്ട് നമ്മൾ ഇത്രയും കാലം മെച്ചുവേർഡ് ആയി, ഇനിയിപ്പോൾ ഇത്രയും കാലം നമ്മൾ പ്ലാനൊക്കെ ചെയ്ത് ഇനി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സമയമാണ് 30. കഫയൊക്കെ സെറ്റ് ആവട്ടെ. നിങ്ങൾ ഏറ്റവും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യാറ്? ഞാൻ ഡൗൺ ആവുന്നത് ഒരുമിച്ച് ഡൗൺ ആവാറില്ല. ഒരാൾ ഡൗൺ ആവുമ്പോ മറ്റാള് മോട്ടിവേറ്റ് ചെയ്യും, മറ്റാൾ ഡൗൺ ആവുമ്പോ ഇയാള് മോട്ടിവേറ്റ് ചെയ്യും. ആ ഒരു രീതിയില. ഒരുമിച്ച് ഡൗൺ ആയിട്ടില്ല ഇതുവരെ അല്ലേ. ക്രൈ ബേബി ആരാണ് കൂട്ടത്തിൽ? എന്ത് കിട്ടിയാലും എനിക്ക് പെട്ടെന്ന് വിഷമം വരും. അപ്പൊ ഞാൻ പിന്നെ കണ്ടു പറയും, വലിച്ചൊക്കെ കേട്ടാ നോക്കും, പക്ഷെ നടക്കത്തില്ല. കണ്ണീര് ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് എന്താണ് സിപ്പിന്റെ സൈഡിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ? അതായത് ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണേലും എന്താണേലും. ആരും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. അഡ്വൈസ് അല്ല അത്, എല്ലാ പിള്ളേരുടെയും പ്രശ്നങ്ങളാ. എല്ലാരും നമ്മൾ ഭയങ്കര ജെന്യുവിനാന്ന് വിചാരിക്കും, അല്ല. ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് പണി വരും. അത് കണ്ടറിഞ്ഞ് കുറച്ച് നാളൊക്കെ എടുത്ത് എല്ലാം പതുക്കെ മതി. എല്ലാം ചാടി ചാടി കടന്ന് പെട്ടെന്ന് ഇതാണ് എൻ്റെ ബെസ്റ്റി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി 8 കിട്ടും. ക്രിസ്ത്യൻ എന്താണ് റിലേഷൻഷിപ്പ് അഡ്വൈസ് കൊടുക്കാറുള്ളത്? ഫ്രണ്ട്ഷിപ്പ് ബി ജെന്യുവൻ. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പം എന്നെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടും. ഇവൻ ജാടയാണോ എന്നൊക്കെയുള്ള അത് ഇനീഷ്യലി ഉണ്ടാവും, പിന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ഭയങ്കര ഉണ്ടായിരുന്നോ? ഓ, എന്നെ പരിചയപ്പെട്ട ആ ദിവസമൊന്നും വേണ്ടിയിട്ട് പോലും ഇല്ല. ഞാൻ അങ്ങനെയാണ്. ഞാൻ എൻ്റെ സമയമെടുത്ത് ഒരാളെ ലൈഫിലേക്ക് ഇത് ചെയ്യത്തുള്ളൂ. ഈവൻ ആസ് എ ഫ്രണ്ട് ആണെങ്കിൽ പോലും. ടേക്ക് എ ടൈം, ബി ജെന്യുവൻ, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ കാണിക്കും. ഒന്നും ഷുഗർ കോട്ട് ചെയ്ത് അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഫ്രണ്ട് ആയാലും ശരി, റിലേഷൻ ആണെങ്കിലും ശരി, ബി സ്ട്രേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അത് പറയും. അമ്മ ഭയങ്കര സപ്പോർട്ടാണല്ലോ. യെസ്. ഇങ്ങനെയാണ് ഗ്രോയിങ് അപ്പ് വിത്ത് ഹർ? ഗ്രോയിങ് അപ്പ് വിത്ത് അമ്മ വാസ് ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ 12ാം ക്ലാസ് വരെ ഒരു സ്ട്രിക്റ്റ് മോം തന്നെയായിരുന്നു. നമ്മുടെ ഫേസ്ബുക്കിന്റെ പാസ്വേഡൊക്കെ പിടിച്ചു വയ്ക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് പ്രേമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ചെറുപ്പത്തിൽ ക്രഷുകൾ ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ടായിരുന്നു. പ്രേമിച്ചാലല്ലേ നമ്മൾ ശരിക്കും വളരത്തുള്ളൂ. എല്ലാരും പ്രേമിക്കണം കേട്ടോ. ഓക്കെ. അപ്പം ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ആളിച്ചിരി അമ്മ ആ ടൈമിലൊക്കെ ഭയങ്കര ഫ്രജൈലായിരുന്നു. കാര്യം പപ്പ ഉണ്ടല്ലോ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ആ ഒരു സംഭവം അതിനുശേഷം ഇപ്പം ആഫ്റ്റർ പപ്പയുടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ കൊച്ചിയിൽ നിന്ന്. അപ്പ തൃശ്ശൂർ അങ്ങനെയായിരുന്നു. അമ്മ ഞാനിപ്പം എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ടു ബി ഓണസ്റ്റ്, എനിക്ക് എൻ്റെ അമ്മയാണ് എൻ്റെ വേൾഡ്. നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആദ്യം നമുക്ക് ചെറുപ്പത്തിൽ അച്ഛനോട് കുറച്ചുകൂടി ഒരു അടുപ്പം തോന്നും. പക്ഷെ കുറച്ച് മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും അമ്മയാണ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന, പറയണ്ട, അമ്മയ്ക്ക് എന്തെങ്കിലും നോക്കിയാൽ മതി. അമ്മയ്ക്ക് കറക്റ്റ് എൻ്റെ ഇമോഷൻസ് അപ്പ് പിടിക്കാൻ പറ്റും. ഷീസ് ലൈക്ക് എന്തോ സൂപ്പർ പവർ ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരി എന്ത് ചെയ്താലും സപ്പോർട്ടാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ജിമ്മിന് പോകുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഞങ്ങൾ ഒരുമിച്ചാണ് പപ്പീസിൻ്റെ കൂടെ കളിക്കാറ്, എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ്. സോ ഷീസ് ലൈക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ തന്നെയായിരിക്കും. അമ്മേൻ്റെ അടുത്ത് എല്ലാം ഞാൻ പറയും, അമ്മ എൻ്റെ അടുത്ത് എല്ലാം പറയും. യാ, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. എന്തെങ്കിലും കള്ളത്തരങ്ങൾ നോക്കിയിട്ടുണ്ടോ അമ്മ? ഏതാ? ഓ പിന്നെ അമ്മ കള്ളത്തരം പൊക്കുമ്പോ എൻ്റെ കാല് കിടന്ന് വിറയ്ക്കും. അതൊക്കെ പക്ഷെ ഇനീഷ്യൽ സ്കൂൾ ഡേയ്സിലൊക്കെ ഉള്ള ചെറിയ ചെറിയ കള്ളത്തരം, ഈശോയെ, അതൊക്കെ മാത്രമേ പൊക്കിയിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അമ്മേൻ്റെ അടുത്ത് ഒരിക്കലും കള്ളത്തരം ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല.
നമുക്ക് ഈ ചെറുപ്പത്തിൽ ഈ അമ്മമാരായിരിക്കും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ അത് എങ്ങനെയായിരുന്നു? ഇപ്പൊ എന്റെ മോൾ എന്റെ അമ്മയാ, ഞാൻ എന്റെ മമ്മീനെ അങ്ങനെയാ നോക്കുന്നത്. എല്ലാ സ്പെഷ്യൽ ഡേയ്സും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും. ഞാൻ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് ഡേറ്റ്സിന് കൊണ്ടുപോകും. അത് കൊണ്ടുപോകണം, കാര്യം അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തിയെന്നറിയാം. അപ്പം നമ്മളത് തിരിച്ച് റീപേ ചെയ്യേണ്ടത് അവരെ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ അവർക്കെല്ലാം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തൊരു ഗിഫ്റ്റ് എന്താണ്? എൻ്റെ 2 പപ്പീസ്. അത് എൻ്റെ മമ്മിയുടെ ബോഡി ഗാർഡ് പോലെയാണ് അവിടെ. എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതാ. മമ്മ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഈസീനെ മേടിച്ചു കൊടുത്തു. ഞാൻ ഇപ്പോഴും പറയുന്ന എൻ്റെ 2 സ്വത്ത് എന്നാ പറയുന്നത്. ഈസീനെ മേടിച്ചു കൊടുത്തു. അപ്പൊ ആദ്യത്തെ ആ പെറ്റ്സിനെ വളർത്തുന്നതിന്റെ ഒരു ചെറിയ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ പോലും അമ്മ അത് സിങ്കായി. രണ്ടാമത്തെ പപ്പീനെ ഞാൻ ക്രിസ്മസിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അമ്മയും അവനും ഇൻസെപ്പറബിൾ എന്നൊക്കെ പറയത്തില്ലേ, പുള്ളിക്കാരിക്ക് അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അവന് അമ്മയില്ലാണ്ട് പറ്റത്തില്ല. അമ്മയുടെ ഒരു സാധനം എനിക്ക് തൊടാൻ പറ്റത്തില്ല, അത്രയും ബോണ്ടിങ് ആണ്. സോ അതായിരിക്കും എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഏറ്റവും നല്ല ഗിഫ്റ്റ്. ആദ്യം ഈ അമ്മമാരൊക്കെ ഡോഗ്സിനെ പറയുമ്പോൾ പറയും ഈ വീട്ടിലൊന്നും കേറ്റണ്ട, പിന്നെ അവരായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അങ്ങനെയായിരുന്നു? ഈ വീട്ടിൽ കേറ്റണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരുടെ വീട് എൻ്റെ വീടാ, അവർക്ക് കൂട് പോലും ഇല്ല ലിറ്ററലി. സോ ഇറ്റ്സ് ലൈക്ക് അമ്മയുടെ കൂടെ കിടക്കുന്നേ. അമ്മ പപ്പീസ് ഭയങ്കര ബോണ്ട. ഏറ്റവും കൂടുതൽ ലൈഫിൽ ഇൻസ്പയർ ചെയ്ത ആള് അപ്പൊ അമ്മ തന്നെയാണ്. യെസ്, അതെ. ഞാൻ ഇൻസ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് അമ്മയുടെ തന്നെയാണ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, നീന എന്ന പേര്, എൻ്റെ കസിൻ ആൻറ്റിയാണ്. ആൻറ്റിയുടെ 2 പാരൻസിനെയും അപ്പേനും അമ്മേനെയും ഒക്കെ നോക്കുന്നത്, അവർ ഭയങ്കര വയ്യാതിരിക്കുമ്പോൾ നോക്കുന്നത് ഞാൻ അവരെ കണ്ടു പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആൻറ്റീനെ പോലെ ആവണമെന്ന്. ആൻറ്റി എനിക്കൊരു ഇൻസ്പിറേഷനാണ്. ആൻറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് അതുപോലെ വേണം പാരൻസിനെ വയസ്സാകുമ്പോഴും നോക്കാൻ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളിക്കാരി ടിൽ ഡെത്ത് വരെ നോക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ ആയിരിക്കണം. ക്രിസിന് ഇപ്പൊ ഇതുപോലെ ആരായിരുന്നു ലൈഫിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ചേർത്ത് പിടിച്ച ഒരാളായിരുന്നു? അപ്പനാണ് ജീവിക്കാൻ പഠിപ്പിച്ചത്. റോൾ മോഡൽ അപ്പൻ തന്നെയാണ്. എല്ലാ ആൺകുട്ടികൾക്കും അപ്പനൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അതെ, സൂപ്പർ ഹീറോ തന്നെയാണ്. ഒരു ഏറ്റവും ഹാപ്പി മൊമെന്റ് അപ്പനുമായിട്ട് ഉണ്ടായത്? അങ്ങനെ വലിയ മൊമെന്റ്സ് ഒന്നുമില്ല, ഓൾ ഫൺ. പപ്പയും അമ്മയും അബ്രോഡ്, ഞാൻ മാത്രമേ കൊച്ചിലുണ്ടാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. പുറത്ത് കൊണ്ടുപോകും പപ്പ. കൊച്ചിലോട്ട് എവിടെ പോയാലും എന്നെ കൊണ്ടാ പോകുന്നത്. അപ്പം ആൾക്കാരായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യേണ്ടത് എല്ലാം A to Z അപ്പയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു ആദ്യം? പിന്നെ ആർക്കും ഇല്ലാത്ത. എങ്ങനെയായിരുന്നു അത് മാറ്റിയെടുത്തത്? അയ്യോ, ഞാൻ ആങ്കറിങ് ചെയ്ത ടൈമില് എനിക്ക് ആങ്കർ ചെയ്യുമ്പോൾ എനിക്ക് ശബ്ദം വരില്ല, കാറ്റ് മാത്രമേ വരത്തുള്ളായിരുന്നു ആദ്യമൊക്കെ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു 5-6 സ്റ്റേജൊക്കെ കയറി പഠിച്ച്, പക്ഷെ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു വാശിയുണ്ട്. അങ്ങനെ ചെയ്ത് പിന്നെ ആക്ടിങ് തുടങ്ങിയപ്പോൾ ഇത്രയും പേരുടെ മുന്നിൽ ആക്ട് ചെയ്തില്ലെങ്കിൽ നാണക്കേടല്ലേ. അങ്ങനെ ചെയ്ത് പഠിച്ച് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഫിയറും ഇല്ല. ഈ ഡബിങ് ഒക്കെ ചെയ്യാൻ എളുപ്പമായിരുന്നോ? കുഴപ്പമില്ലാണ്ട് ചെയ്യും. ശബ്ദം ക്രാക്ക് എനിക്ക് പെട്ടെന്ന് വരാറുണ്ട് വോയിസിന്. ആ ദിവസം മാത്രം ഒരു ചെറിയ ലാഗ് വരും, അല്ലെങ്കിൽ ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ട് ചെയ്യും, കുഴപ്പമില്ലാണ്ട്. ലൈഫിലൊരു മൊമെന്റ് ഏറ്റവും ബ്രേക്ക് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് സെൽഫ് മോട്ടിവേഷന് വേണ്ടി എന്താ ചെയ്യാറ്? സെൽഫ് മോട്ടിവേഷൻ പറയുന്ന പോലെ എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി ഇവിടെ ഫുഡ് അടിയും കണ്ണാടിയിൽ നോക്കി സംസാരിക്കും. അതാണ് സെൽഫ് ടോക്ക് ഭയങ്കരമായിട്ട് കൂടുതലുള്ള ആളാ ഞാൻ. എന്നോട് തന്നെ സംസാരിക്കും, എനിക്കതാ ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് ഫിൽറ്റർ ഇല്ലാണ്ട് സംസാരിക്കാം. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യും, പിന്നെ ഒരു ഫുഡ് അടിയാ, അത് നിർത്തത്തില്ല അൺലെസ് അണ്ടിൽ ഞാൻ സാറ്റിസ്ഫൈ ആവുന്നത് വരെ. അങ്ങനെ എവിടെയെങ്കിലും ഒരു കാവ്യമാധവന്റെ കട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞി കാവ്യമാധവൻ പഴയ സിനിമയിലൊക്കെ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഈ ചിപ്പി എന്നുള്ള പേര് നമ്മൾ ഈ പെറ്റ് നെയിം ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ്.
ഈ ചിപ്പി രഞ്ജിത്തിനെ നമുക്കറിയാം, അല്ലാണ്ടുള്ള ചിപ്പികൾ എന്നെ വീട്ടില് അമ്മ ചെറുപ്പത്തിൽ ചിപ്പി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, ചിപ്പി എന്ത് പേര് എനിക്കത് വേണ്ട. സത്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഐഡന്റിറ്റി ആയി ഇപ്പൊ മാറി. അപ്പൊ ചെറുപ്പത്തിൽ ചിലപ്പോ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്റെ പേരൊന്ന് മാറ്റി തരും അമ്മ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? പിന്നെ ചിപ്പിന്ന് ആർക്കും ഇഷ്ടമുണ്ടാവുക, ഐ മീൻ ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ പെറ്റ് നെയിമായിട്ട്. പക്ഷെ എൻ്റെ ഒഫീഷ്യൽ നെയിം ചിപ്പി എന്നായതിൻ്റെ കാരണം എൻ്റെ അമ്മ ഡെലിവറി റൂമിൽ കിടക്കുമ്പം എൻ്റെ പപ്പയ്ക്ക് ബോറടിച്ചിട്ട് കണ്ടത് ചിപ്പി ചേച്ചിയുടെ സിനിമയായിരുന്നു, മറ്റേ കാറ്റേരി വിശ്വതി പ്രകാശം. അത് കണ്ടിട്ട് എൻ്റെ അപ്പം പറഞ്ഞു, പ്രായമുള്ളവർക്ക് പല്ലില്ലെങ്കിലും വിളിക്കാൻ സിമ്പിളായ പേരാ ചിപ്പി, ചിപ്പിന്ന് പേരിട്ടാൽ മതി. നല്ലൊരു തോട്ടായിട്ടോ, പ്രായമുള്ളവർക്ക് പല്ലില്ലെങ്കിലും വിളിക്കാൻ എല്ലാവർക്കും കറക്റ്റായിട്ട് വിളിക്കാൻ ചിപ്പിന്ന്. അപ്പോൾ എനിക്ക് ബോധം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പ്ലീസ് എൻ്റെ പേര് മാറ്റിത്താ. ഇല്ല മാറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ പപ്പയായിട്ട് ഞാൻ ഇച്ചിരി പ്രശ്നമായി. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്കായിട്ട് എൻ്റെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഈ പേര് വെച്ച് നിങ്ങളെല്ലാവരും അറിയും എന്ന് പറഞ്ഞിട്ട് ഞാൻ വാതിലിങ്ങനെ ഒറ്റരാട അടച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പേരിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഈ പേര് എങ്ങനെയെങ്കിലും ഫേമസ് ആക്കണം. കാര്യം ഞാൻ ആ റിവഞ്ച് എടുത്തിട്ടുണ്ടല്ലോ എൻ്റെ പപ്പയുടെ അടുത്ത്. ആ സംഭവം അതിന് ശേഷം പിന്നെ ഇപ്പം എല്ലാവരും ചിപ്പി ദേവസിന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇപ്പൊ ഗ്രേറ്റ്ഫുൾ തോന്നുന്നുണ്ടോ പപ്പയുടെ അടുത്ത്? പിന്നെ ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് ചിപ്പി. ചിപ്പി ദേവസിന്ന് എനിക്ക് മാറ്റാൻ പോലും ഇഷ്ടമല്ല. ബിക്കോസ് അതോ ആ ഒരു ചിപ്പി ദേവസി എന്നുള്ളത് വേറെ ഏത് പേര് വന്നാലും എനിക്ക് തോന്നില്ല അത് മാച്ച് ആവുമെന്ന്. എന്തോ ഒരു കോമ്പിനേഷൻ. ചിപ്പി ദേവസി ഒരു റെയർ നെയിം നമുക്ക് കേൾക്കുന്നത്. ചിപ്പി ദേവസി പറഞ്ഞുള്ളൂ. അതെ അതെ, തപ്പിക്കഴിഞ്ഞാൽ പറഞ്ഞുള്ളൂ. എനിക്കിഷ്ടമാണ്. പിന്നെ ഗൂഗിളിൽ മറ്റേ ജിമെയിൽ ഉണ്ടാക്കുമ്പോൾ ചിപ്പി ദേവസി നടിച്ച് ചിപ്പി ദേവസി എന്നിട്ട് കറക്റ്റായിട്ട് എനിക്ക് ജിമെയിൽ വരെ ഉണ്ടാക്കാൻ പറ്റി. അതിൽ കുത്തും കോപ്പിയൊന്നും വേണ്ട. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് എൻജോയ് ചെയ്യുന്നുണ്ടോ? യെസ്, വെരി മച്ച്. രണ്ടുപേരും ഇനി എന്താണ് ഇവിടെ നേരെ സ്റ്റുഡിയോന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പരിപാടി? എവിടെയെങ്കിലും ട്രിപ്പ് പോകണം, അടുത്ത കണ്ടന്റ് പിടിക്കണം, എന്താ കഴിക്കണ്ടേ അതായിരിക്കും ചോദിക്കുക. ഫുഡ് എന്താ കഴിക്കാൻ എന്താ ഇഷ്ടം? ബേസിക്കലി ഞാനെല്ലാം കഴിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. തിരിച്ചു കഴിക്കാത്ത എന്തിനേയും കഴിക്കും. നിഖില വിമൽ അതെ, പക്ഷെ പാമ്പിനൊന്നും കഴിക്കണ്ട കേട്ടോ. പക്ഷെ ബാക്കി എന്താണെങ്കിലും ഞാൻ നന്നായിട്ട് കഴിക്കും. അവിടെ കുക്ക് ചെയ്ത് തരാൻ പറയാറുണ്ടോ എന്തെങ്കിലും? ഞാനൊന്നും അങ്ങനെ ആവശ്യപ്പെടാറില്ല. കുക്ക് ചെയ്യുന്ന ഷൂട്ടിന്റെ സമയത്ത് മാത്രം. ഷൂട്ടിന്റെ സമയത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഞം അത്രേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ എനിക്ക് എന്തും കഴിക്കും. പക്ഷെ അവൻ അങ്ങനെയല്ല. എൻ്റെ മൂഡ് അനുസരിച്ചാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഭയങ്കര പിക്ക് ചെയ്യുക. എങ്ങനെ അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നു? അതായത് ഒരാളുടെ എൻറ്റയർ വേറൊരു ക്യാരക്ടർ, വേറൊരാളുടെ എൻറ്റയർ ക്യാരക്ടർ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഹാപ്പി ചായ കാപ്പി കുടിക്കത്തില്ല. ചായയും കാപ്പിയും കുടിക്കത്തില്ല. അതല്ലേ, ഒരാൾ ചായ ആണെങ്കിൽ വേറൊരാൾ കാപ്പി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാത്തിലും വൈ നോട്ട്, ഇറ്റ്സ് ഓക്കെ, ക്യാരി ഓൺ, ഇറ്റ്സ് ഫൈൻ, ആ സാധന. അതുകൊണ്ട് അവന് സിമ്പിളാ. അവനെന്ത് പറഞ്ഞാലും ഓക്കെ ഡൺ ചെയ്തോ, ആ ഒരു മൂടാ. ഇപ്പോൾ കുറേ ആളുകൾ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ചിപ്പി ആലോചിക്കുമ്പോൾ ഈ അറേഞ്ച് മാരേജിനേക്കാൾ കൂടുതൽ ആളുകൾ കുറച്ചുകൂടെ മനസ്സിലാക്കി ഒന്ന് മാരേജ് ചെയ്യുന്നതല്ലേ നല്ലത്? പിന്നെ എൻ്റെ മുത്തശ്ശനോടും എൻ്റെ അമ്മയോടും ഒക്കെ ചോദിക്കുമ്പോൾ അവരാകെ കണ്ടിട്ടുള്ള 2 പ്രാവശ്യമൊക്കെ ആയിരിക്കും അപ്പന്മാർ, അല്ലെങ്കിൽ ചിലവർ കണ്ടിട്ട് പോലും ഇല്ല. കല്യാണത്തിൻ്റെ സമയത്തായിരിക്കും കാണുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ നല്ലത് ഇത്. നമ്മളൊക്കെ കുറച്ച് കണ്ടറിഞ്ഞ് പഠിച്ചതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടല്ലേ നേരത്തെ എൻ്റെ റിലേഷൻഷിപ്സൊക്കെ ഫെയിലായി പോയിട്ടുള്ളത്. അവരുടെ കൂടെ നമുക്ക് ലിവ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് തോന്നിയിട്ടുണ്ടോ ഈ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ പൊട്ടുന്നു, ഇതെന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? അതൊക്കെ നീ വിചാരിച്ചിട്ടില്ലടാ? എല്ലാവർക്കും ഉള്ളൊരു തോന്നലല്ലേ അത്. ഒരു പെർഫെക്റ്റ് പാർട്ട്ണറിനെ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം പൊട്ടുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്, ഇനി എനിക്കൊരു റിലേഷൻഷിപ്പ് വേണ്ട, ഞാൻ സിഗ്മ ആയിരിക്കും, സിഗ്മ അതെ അങ്ങനെയൊക്കെ. പക്ഷെ കറക്റ്റ് ആള് വരും, അത് നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. കറക്റ്റ് ആള് വരുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ഉണ്ടാവും. എങ്ങനെയായിരുന്നു ഒരു ഫീൽ? ഈ എന്താ മഞ്ഞ് എഴുതുന്ന ഫീൽ. ഇല്ല ഭയങ്കര നമുക്ക് ഇങ്ങനെ ഉള്ളിൽ തോന്നും, നോട്ട് ബാഡ്.
അങ്ങനെ തന്നെയായിരിക്കും ബാക്കിയുള്ളതൊക്കെ തോന്നിയിട്ടുണ്ടാവുക. പക്ഷെ ഇതിനൊരു പ്രത്യേക ഒരു ഡിഫറൻസ്. പക്ഷെ നല്ല ഒരു രസമല്ലേ, അതായത് ഒരു ജോലി ചെയ്യുന്നു, ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു, അതെ, കുറെ ഷെയർഡ് മൊമെന്റ്സ് അല്ലേ. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി ഹാപ്പി മൊമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇറ്റ്സ് വെരി നൈസ്, ഇറ്റ്സ് ഗോയിങ് റിയലി വെൽ. അത് രണ്ടുപേരും എക്സ്ട്രോർഡിനറി, ഭയങ്കര രണ്ട് പോൾസിൽ നിൽക്കുന്ന ആൾക്കാരാ. പക്ഷെ അത് രണ്ടുപേർക്കും അറിയാം അതിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട്. ദാറ്റ് ഈസ് റിയലി നൈസ്. വി ആർ ആക്ച്വലി എൻജോയിങ് ഇറ്റ്. എന്താണ് ഇപ്പൊ പ്രേക്ഷകര് അറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് പ്രേക്ഷകരോട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം? അതാണ് ഞാൻ ഷെയർ ചെയ്തത്. അല്ല, പേഴ്സൺ ഇപ്പൊ ആളുകൾക്ക് ആ ഒരു ഇതൊരു ബബ്ലി ഗേൾ എന്നുള്ള രീതിയിൽ അറിയാം. അപ്പൊ അറിയാത്തൊരു സൈഡ് ഉണ്ടാവൂലേ, അതിപ്പോ എന്തായിരിക്കും? ഞാൻ എല്ലാം പറഞ്ഞു സത്യസന്ധമായിട്ട്. ഇത്രയും സത്യസന്ധമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണോ? അല്ല, ഞാൻ അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാറില്ല. ഞാനപ്പോ സൂര്യ ഞാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ഞങ്ങളുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം. യെസ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോസ് കാണാം. എന്തെങ്കിലും കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക, ഞങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ നല്ല കുട്ടികളല്ലേ? അതെ അതെ അതെ. എന്തെങ്കിലും ഉണ്ടോ? കാണുക എല്ലാവരും. എല്ലാരും ഇന്റർവ്യൂ കാണുക. എന്തെങ്കിലും പറയണമെങ്കിൽ കമന്റിൽ ഇടുക, ഞാൻ കമന്റ് വായിക്കാം. ഇവർ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Q&A. അതെ, we can actually do that. Interesting ആയിരിക്കും. ഇപ്പൊ ചിപ്പി എന്തായാലും ഇനി കൂടുതൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കാൻ പറ്റട്ടെ, ടോവിനോട് കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ, മാനിഫെസ്റ്റേഷൻസ് എല്ലാം കറക്റ്റ് ആവട്ടെ. ഡേറ്റിംഗ് ലൈഫൊക്കെ ആയി രണ്ടുപേരും അടിപൊളിയായിട്ട് ഒരുപാട് നല്ല കണ്ടന്റ്സും ആളുകളെ ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ചിരിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. മൂവി വേൾഡ് മീഡിയയുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ആൻഡ് സൂര്യ, യു ആർ ഗ്രേറ്റ്. താങ്ക് യു. എന്റെ രണ്ടാമത്തെ ഇന്റർവ്യൂ ചെയ്തു. ആണോ? സോ സ്വീറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Yeah. Thank you.